ഹായ് ഹലോ. ഇതാരാ വരുന്നത് എന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് തരാൻ വേണ്ടിയിട്ട് ആമസോണിലുള്ള ഒരു ചേട്ടനാണ് ഇത്. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്, വെറുതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. അപ്പോൾ ഞാനത് വാങ്ങിയതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, മഴയായതുകൊണ്ട് കാർഡ്ബോർഡൊക്കെ മൊത്തം ഒരു സൈഡ് മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവരുടെ ബാഗിലൊക്കെ തന്നെയാണ് കൊണ്ടുവന്നത്, എന്നാലും എന്തോ നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് മൊത്തം. അപ്പം ഞാനത് തുറന്ന് നോക്കി എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ ഒരു സന്തോഷത്തോടെ ഞാനത് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കിയപ്പോൾ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അത് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ എല്ലാം മറന്ന് തുറക്കുകയായിരുന്നു. വലിയ കാര്യത്തിൽ ഞാനത് തുറന്ന് പുറത്തേക്കൊക്കെ എടുത്തു. കണ്ടോ, ഇതാണ് സാധനം. നമ്മുടെ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ വളയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. കണ്ടപ്പോൾ സത്യമായിട്ട് നല്ല സങ്കടമായി. അത് പൊട്ടിയതാണ് ഗൈസ്. എന്താ ചെയ്യുക, ഒരു സൈഡ് നന്നായിട്ട് കണ്ടോ, ഒരു സൈഡ് പൊട്ടിയിട്ടാണുള്ളത്. ഞാൻ വല്ലാത്തൊരു വിഷമമായിപ്പോയി. അത് തിരിച്ചു കൊടുക്കണോ, അതല്ല ഇനി ഇത് തന്നെ മതിയോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു എന്താ ചെയ്യേണ്ടത്. എന്തായാലും നോക്കട്ടെ, പോട്ടെ. ഇനി മറ്റേ ഒന്നുകൂടി ഉണ്ട്, ഒരു സെറ്റിൽ 2 എണ്ണം ആണ് വരുന്നത്. അപ്പോൾ അതുകൂടെ തുറന്നു നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ മറ്റേതും കൂടെ തുറന്ന് നോക്കുകയാണ്. ആ പ്ലാസ്റ്റിക് ഊരുന്നതിന് മുന്നേ ഞാൻ സൈഡൊക്കെ നോക്കുക, പൊട്ടിയിട്ടുണ്ടോ ദൈവമേ എന്ന് നോക്കുകയാണ്. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല, പൊട്ടിയിട്ടൊന്നുമില്ല. ഇത് നന്നായിട്ട് തന്നെയാണ് ഉള്ളത്. വലിയൊരു ഡാമേജും കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. ഇത് കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്. പക്ഷേ ഒന്ന് പൊട്ടിയതാണ്. ഇതിൻ്റെ സൈഡിലും ചെറിയൊരു പോലെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. മറ്റേതുപോലെ വലിയൊരു പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ല. ഇതെന്തായാലും കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്, പ്രശ്നമില്ല. പക്ഷേ ഇത് എന്താ ചെയ്യുക, ഞാനിതിങ്ങനെ കുറച്ച് ആലോചിച്ചു, തിരിച്ചു കൊടുക്കണോ. പിന്നെ വിചാരിച്ചു മതി, വേണ്ട, ഇത് തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് അത് തന്നെ അങ്ങ് എടുത്തു. അപ്പം ഞാൻ ആദ്യം വളയൊക്കെ ഇട്ട് വെച്ചത് ഈയൊരു ഇതിലായിരുന്നേ. ഇത് ഞാൻ എന്നിട്ട് പുറത്തായിരുന്നു വെച്ചത്. പക്ഷേ ഇതിൽ വെച്ചപ്പോൾ വല്ലാണ്ട് പൊടി പിടിക്കുന്നത് പോലെ തോന്നി എനിക്ക്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവാൻ പറ്റുന്ന വള മക്കൾ എടുത്തിടുന്ന സമയത്ത് ഫുള്ള് പൊടി, വളേൻ്റെ മുകളിലൊക്കെ പൊടിയായിട്ട്, പൊടി ഇങ്ങനെ പിടിച്ചിട്ട് വല്ലാത്ത ഒരു പഴയ ഒരു നല്ല പഴക്കം തോന്നിക്കുന്നത് പോലെ ഉണ്ടാവും പൊടി പിടിച്ചത് കൊണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ മൂടി വെക്കുന്നതിലാകുമ്പോൾ അങ്ങനെ പൊടി പിടിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു സെറ്റിൽ 2 എണ്ണം കിട്ടുമ്പോൾ ഒന്ന് വലിയ ആക്കും എടുക്കാം, ഒന്ന് ചെറിയ ആക്കും എടുക്കാം, ചെറിയ മൂക്കും എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാനത് വാങ്ങിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഗൈസ്, പോട്ടെ, സാരമില്ല, എന്ത് ചെയ്യാനാ, ഒരു സൈഡല്ലേ എന്ന് വിചാരിച്ച് ഞാനത് റിട്ടേൺ ഒന്നും കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അതിലാണ് ഞാനിതിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഇത് വലിയ ആളെ വളയാണ് കേട്ടോ. അവൾ ഓരോരോ പരിപാടിക്കും, പിന്നെ സ്കൂളിലെ പരിപാടിക്കും കാര്യത്തിനൊക്കെ വാങ്ങിക്കുന്നതും, പിന്നെ ഇവിടുത്തെ അച്ഛമ്മയൊക്കെ എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ഒക്കെയാണ് ഇത്രയും വളകളെല്ലാം. പിന്നെ ഓരോ കൊല്ലം ഓരോ ഡാൻസിന് ഓരോരോ തരത്തിലുള്ള വളകളാണ് ഇതെല്ലാം. എല്ലാം ഒരു തരത്തിലുള്ള ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള പച്ച കളറാണ് കൂടുതലും ഉള്ളത്. പച്ചയാണ് മൂപ്പത്തിക്ക്, വലിയ ആൾക്ക് കുറച്ച് അത് ഇഷ്ടം തോന്നുന്നു. അതുകൊണ്ട് എപ്പോഴും പച്ച. പിന്നെ ഓരോരുത്തർ വാങ്ങിക്കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് അവരിങ്ങനെ അതൊന്നും നോക്കൂലല്ലോ. നമ്മൾ വാങ്ങുമ്പോഴല്ലേ, നമ്മൾ ഉള്ള കളറൊന്നും നമ്മൾ വാങ്ങിക്കില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർ വാങ്ങിക്കൊടുക്കുമ്പോഴാണ് ഒരേ കളറൊക്കെ ആയി പോകുന്നത്. എന്നാലും കൂടുതലും പച്ചവളകളാണ് മോക്കുള്ളത്. ഇത് 2ാമത്തെ വളയാണ്. അതും ഞാനിങ്ങനെ ഓരോരോ ഇതിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്.
അവൾക്കും ഇതുപോലെ തന്നെ ഓരോരുത്തർ വാങ്ങിക്കൊടുക്കുന്നതും അങ്ങനെയൊക്കെയാണ്. ഞാൻ മക്കൾക്ക് വള വാങ്ങിക്കുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെ 2 ബോക്സും ഞാൻ നിറച്ചിട്ടുണ്ട്. ഒന്ന് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് കാണണേ. താങ്ക് യു.